നോയിഡയിൽ നടക്കുന്നത് എന്താണ്? യു പി സംസ്ഥാനത്തെ നോയിഡ എന്ന പ്രദേശം ഒരു ഇൻഡസ്ട്രിയൽ മേഖലയാണ്. അവിടെ 45,000-ഓളം തൊഴിലാളികൾ സമരത്തിലേർപ്പെട്ടിരിക്കുകയാണ്. സെക്ടർ 60, 63, 80 തുടങ്ങിയ ഭാഗങ്ങളിൽ അത് വലിയ തോതിൽ അക്രമാസക്തമാവുകയും ചെയ്തു എന്നതാണ് വാർത്ത. പോലീസ് അത് അടിച്ചമർത്താനുള്ള കഠിന ശ്രമം നടത്തുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള രമ്യമായ ശ്രമങ്ങൾക്കു പകരം തൊഴിലാളികളെ അടിച്ചമർത്താനും ഒതുക്കാനുമുള്ള ശ്രമങ്ങളാണ് കാര്യമായി നടക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വീട്ടുജോലിക്കാർ, സെക്ടർ 121 വീട്ടുജോലിക്കാർ പ്രത്യേകിച്ച് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിൽ അണിചേർന്നിട്ടുണ്ടെന്നും കേൾക്കുന്നു. ഏതായാലും ഇത് നോയിഡയിൽ നടക്കുന്ന ഒരു സംഭവമായി മാത്രമേ ഇപ്പോൾ നമ്മൾ കരുതാനാവുകയുള്ളൂ. എങ്കിലും രാജ്യമാസകലമുള്ള ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ആത്യന്തിക ഫലമാണിത് എന്ന് കാണാം. രാജ്യമാസകലം ഈ രീതിയിലുള്ള സമരങ്ങൾക്ക് സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. BJP ഭരണകാലം മുതൽക്ക് കേട്ടു തുടങ്ങുന്നതാണ് ഈ വാക്ക്, ഈ പ്രയോഗം. ക്രോണി ക്യാപിറ്റലിസം എന്ന ഈ പ്രയോഗം നാം കേട്ടു തുടങ്ങുന്നത്, ഉപയോഗിച്ചു തുടങ്ങുന്നത് BJP ഭരണകാലത്താണെങ്കിലും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അന്ന് തൊട്ട് ഇന്നോളം ഇവിടെ ക്രോണി ക്യാപിറ്റലിസം തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നതും മേൽക്കൈ നേടുന്നതും എന്ന് കാണാം. ഇപ്പോൾ അദാനി, അംബാനി എന്നാണ് നാം കേൾക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് അത് ടാറ്റ, ബിർള എന്നതായിരുന്നു. എങ്ങനെയായാലും വടക്കേ ഇന്ത്യയിലെ ചില പ്രത്യേക സംസ്ഥാനങ്ങളിലെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല, അതിൻ്റെ നിയന്ത്രണം എന്നുള്ളത് പരസ്യം തന്നെയാണ്, രഹസ്യമല്ല. ക്രോണി ക്യാപിറ്റലിസത്തിന്റെ, അതായത് ഭീകര മുതലാളിത്തത്തിന്റെ പ്രത്യാഘാതം, അതിൻ്റെ പ്രത്യേകതകൾ ഇതെല്ലാം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലോക ആരംഭം മുതൽക്ക് ഇങ്ങോട്ട് തന്നെ ഇമ്പീരിയലിസ്റ്റ്, ഫ്യൂഡലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് മനോഭാവം ഏതാനും സൗകര്യങ്ങൾ ഒത്തുകൂടിയവന്റെ ഒക്കെ മനസ്സിലുള്ളതാണ്. കാലത്തിന്റെ മാറ്റത്തിലൂടെ അതിന് പലതും രൂപാന്തരങ്ങൾ സംഭവിച്ചു എന്നാൽ അത് ഇല്ലാതായിട്ടില്ല, ഇല്ലാതാക്കാൻ കഴിയുകയുമില്ല. അതിനെ നിയന്ത്രിക്കാനും നിയന്ത്രണ വിധേയമാക്കാനും കൂടുതൽ മനുഷ്യത്വ മുഖമുള്ളതാക്കാനുമേ നമുക്ക് കഴിയുള്ളൂ. നോയിഡയിലെ തൊഴിലാളികൾക്ക്, അവിടെയുള്ള കമ്പനികൾ അവിടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും തികയാനാവാത്ത വിധം 13,000-ഉം 10,000-ഉം ശമ്പളമാണ് 10, 12, 14 മണിക്കൂർ ജോലിയെടുത്ത ശേഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ വിലവർദ്ധനവിന്റെ, ഇൻഫ്ലേഷന്റെ ഈ മൂർധന്യ ദശയിൽ 10,000 ഉറുപ്പ്യ കൊണ്ടോ 13,000 ഉറുപ്പ്യ കൊണ്ടോ ഒരാൾക്ക് കഴിഞ്ഞുകൂടാനാവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാന്യമായ വേതന ഉയർവ് കൊടുക്കുന്നതിന് പകരം അവരുടെ പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാനും ഇല്ലായ്മ ചെയ്യാനുമാണ് കുത്തക കമ്പനികൾ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. ലോകാരംഭം മുതൽക്ക് ഇങ്ങോട്ട് കേട്ടു തുടങ്ങിയതാണ്. അതായത് മെസപ്പൊട്ടേമിയൻ കാലഘട്ടത്തിൽ മദ്യവും ധാന്യങ്ങളും വേതനമായി കൊടുത്തിരുന്നു അത്രേ. വേതനം കൊടുക്കുന്നത് ലോകാരംഭം മുതൽക്ക് തന്നെ ഉണ്ട് എന്നാണ് വെപ്പ്. മുസ്ലിങ്ങൾക്കിടയിൽ പറഞ്ഞു കേൾക്കാറുള്ള, ഇസ്ലാമിൽ ഒരാളുടെ വേതനം, ഒരു തൊഴിലാളിയുടെ വേതനം അയാളുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ്, വിയർപ്പാറുന്നതിന് മുമ്പ് കൊടുക്കണം എന്ന് ഇസ്ലാമിക തത്വശാസ്ത്രങ്ങളിലുണ്ട് എന്ന് ആവേശത്തോടെ, അഭിമാനത്തോടെ പറയാറുണ്ട് പലരും. അതുപോലെ റോമ സാമ്രാജ്യത്തിൽ സാലറി ഉപ്പായിട്ടാണ് കൊടുത്തിരുന്നത് അത്രേ. വേതനം ഉപ്പായിരുന്നു. അതുകൊണ്ടാണ് ആ സോൾട്ടിൽ നിന്നാണ് സാലറി എന്ന വാക്ക് തന്നെ ഉത്ഭവിച്ചത് എന്നും പറഞ്ഞു കേൾക്കുന്നു. ചുരുക്കത്തിൽ ലോകത്ത് തൊഴിലിന് വേതനം എന്ന പരിപാടി പണ്ട് മുതലേ ഉണ്ട് എന്നാണ് വെപ്പ്. നമ്മുടെ കേരളത്തിൽ തന്നെ 50കളിൽ തൊഴിലിന് നാഴി നെല്ല്, പച്ച നെല്ലാണ് കൂലി. അതിലപ്പുറമുള്ള ഒരു കൂലിയോ പ്രതിഫലമോ ആരും തൊഴിലാളികൾ പ്രതീക്ഷിക്കാറുമില്ല, കിട്ടാറുമില്ല, കൊടുക്കാറുമില്ല. കൊടുക്കുന്ന ഒരു സമ്പ്രദായവും നിലവിലുണ്ടായിരുന്നില്ല. 1848 ഫെബ്രുവരി 21 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സും ഏംഗൽസും കൂടി പ്രസിദ്ധീകരിക്കുന്ന സമയം വരേക്കും വേതനങ്ങളുടെ പേരിൽ ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ നിലനിന്നിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ വേതനത്തിന് പകരം ചാട്ടവാറടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അടിമകൾക്ക്. അടിമകളുടെ കടമയായിട്ടാണ് തൊഴിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. അതിൽ വീഴ്ച വരുത്തുന്നവർക്ക് ചാട്ടവാറടിയാണ്, അത് ചെയ്യുന്നവർക്ക് താമസിക്കാനോ ജീവൻ നിലനിർത്താനോ ഉള്ള ഭക്ഷണവും മാത്രം. ഇതായിരുന്നു വേതന വ്യവസ്ഥ ഈ ലോകത്തിന്റെ. 18ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഉത്ഭവം, അവതരണം തീർച്ചയായും വേതനം കൊടുക്കാൻ വേണ്ടിയുള്ള പുസ്തകമല്ല മാനിഫെസ്റ്റോ. ചൂഷണങ്ങൾക്കെതിരായി
തൊഴിലാളിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ശമ്പളം, വേതനം നിശ്ചയിക്കണം എന്ന ഒരു കാര്യമാണ് അതിൽ ഊന്നൽ കൊടുക്കുന്നത്. വേതനം വേണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, കാരണം വേതനം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പോലെ പലതരത്തിലുള്ള വേതനങ്ങൾ നിലനിന്നിരുന്നു. അത് വേദനകളായിരുന്നു തൊഴിലാളിക്ക് എന്ന് മാത്രം. ഏതായാലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതിൽ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുകയല്ല ലോകം ചെയ്തത്. പിന്തിരിപ്പൻ മുതലാളിത്തവും ജീർണിച്ച മുതലാളിത്തവും ഓർത്തഡോക്സ് ഇമ്പീരിയലിസവും യാഥാസ്ഥിക ഇമ്പീരിയലിസവും മറ്റെല്ലാ സാമ്പത്തിക ശക്തികളും ഒന്നു ചേർന്ന് മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ നടപ്പിലാകാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ഉപരോധിക്കാൻ വേണ്ടി അവർ അവരുടെ തൊഴിലാളികൾക്ക് ശമ്പള വർധനവുണ്ടാക്കി. സത്യത്തിൽ മാനിഫെസ്റ്റോവിന്റെ ഒരു പ്രതിഫലനം തന്നെയാണത്. അവരത് സമ്മതിക്കുകയില്ലെങ്കിലും, ലോകം അത് സമ്മതിക്കുകയില്ല. 18-ാം നൂറ്റാണ്ടിൽ വേതനങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു മാന്യമായി എന്നൊക്കെയാണ് അവകാശവാദങ്ങൾ ഉന്നയിക്കുക. എങ്കിലും 18-ാം നൂറ്റാണ്ടിലെ മാനിഫെസ്റ്റോയുടെ അവതരണത്തോടെയാണ് കമ്പനികൾ, അമേരിക്കൻ ഇമ്പീരിയലിസ്റ്റ് കമ്പനികൾ പോലും മാന്യമായ വേതന ഉയർവിന് നിർബന്ധിതരായിത്തീർന്നത്. ഇന്ന് നമുക്ക് ലോകത്തെവിടെയും പല മുതലാളിത്ത രാഷ്ട്രങ്ങളിലും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലേക്കാൾ വേതനവും മറ്റ് സൗകര്യങ്ങളും തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് എന്ന് കാണാം. അതെന്തിനാണ്? അത് ഒരർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി, അതിലേക്ക് തൊഴിൽ മേഖല ആകൃഷ്ടരാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ കൂലി വർദ്ധിപ്പിച്ചത്. അതായത് അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ്. ഇന്ത്യയിൽ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ കമ്മ്യൂണിസ്റ്റ് ആശയമോ പ്രത്യയശാസ്ത്രമോ സോഷ്യലിസമോ അതിൻ്റെതായ പൂർണ്ണ എഫക്റ്റോടുകൂടി ഒരിക്കലും ഉണ്ടായിട്ടില്ല, പ്രവേശിച്ചിട്ടുമില്ല. ലോകമൊട്ടാകെ മാറ്റത്തിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലും എത്തി കമ്മ്യൂണിസം. ഇന്ത്യയുടെ തൊഴിൽ മേഖലകളിലെയും മറ്റ് സാമ്പത്തിക രംഗത്തെയും അസന്തുലിതത്വങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളും ചൂഷണങ്ങളും തീർച്ചയായും കമ്മ്യൂണിസത്തിന്റെ വരവോടുകൂടി അന്താളിച്ചു പോയി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ വന്നതും അത് നനഞ്ഞ ഓലപ്പടക്കം പോലെ ആയിപ്പോയി കമ്മ്യൂണിസം ഇന്ത്യയിൽ. ഇന്നും ഇന്ത്യയിൽ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിനാണ് പ്രസക്തി എന്ന് കാണാം. കമ്മ്യൂണിസത്തിനുള്ള പ്രസക്തി ലോകത്ത് തന്നെ പരിമിതമാണ്. ഇന്ത്യയിലും ലോകത്തിൻ്റെ മറ്റ് പ്രത്യേകിച്ച് നമ്മുടെ നിരവധി രാഷ്ട്രങ്ങളിലും യൂറോപ്പ് ഉൾപ്പെടെ ഒരു മികച്ച ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ സാധ്യതകൾ വ്യക്തമായി നിലനിൽക്കുന്നു, തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതോടുകൂടി നോയിഡകൾ ഉണ്ടാവുന്നതിനും അത് വ്യാപിക്കുന്നതിനുമുള്ള സാധ്യതകളാണ് ഇല്ലാതായിത്തീരുക. അത് നമ്മുടെ പ്രൊഡക്ഷൻ രംഗത്തെ, ഉൽപാദന രംഗത്തെ മെച്ചപ്പെടുത്തും, തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്തും, അതിനെ തൊഴിലാളി വർഗത്തെ അവരുടെ ജീവിതാവസ്ഥകളെ മെച്ചപ്പെടുത്തും. ഈ അവസ്ഥയിൽ വേണം നമുക്ക് നോർഡിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനം നമ്മുടെ നാട്ടിലേതുപോലുള്ള കപട ജനാധിപത്യമല്ല, സ്യൂഡോ ഡെമോക്രസി അല്ല. അവർ പിന്തുടരുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. കഴിഞ്ഞ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയാവുന്ന, ക്യാപിറ്റലിസത്തിന്റെ ഈറ്റില്ലം എന്ന് പറയാവുന്ന ന്യൂയോർക്ക് നഗരത്തിലെ മേയർ പദവിക്ക് മത്സരിച്ച മംദാനി എന്ന യുവാവ് തൻ്റേത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, അതാണ് താൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതും ട്രംപിനെ പോലെയുള്ള യാഥാസ്ഥികന്മാർ അതിനെ അമേരിക്കയെ കമ്മ്യൂണിസ്റ്റ്വൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഇയാൾ എന്ന് ആവലാതിപ്പെട്ടതും. ഡെമോക്രാറ്റിക് സോഷ്യലിസം ഒന്നുകൂടി വികസിപ്പിച്ച്, ഒന്നുകൂടി പരിഷ്കരിച്ച് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന അവസ്ഥയിലേക്ക് ഉയർത്തി, അതായിരിക്കും നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിന്, ഇന്ത്യൻ സമൂഹത്തിന്, ഇന്നത്തെ തൊഴിലാളി വർഗത്തിന് കുറെ കൂടി മെച്ചമായ ഒരു ജീവിതാവസരം ഉണ്ടാക്കാൻ സഹായകമാവുക എന്നാണ് പൊതുവെ തോന്നുന്നത്. ലോകത്ത് പല രാഷ്ട്രീയ സംവിധാനങ്ങളും നിലവിലുണ്ട്. പല രാഷ്ട്രീയ സംവിധാനങ്ങളെയും ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് മതരാഷ്ട്രീയം, സനാതന രാഷ്ട്രീയം, ദേശീയ തീവ്ര രാഷ്ട്രീയം തുടങ്ങിയവ. ഇവയിൽ ഒരു കൂട്ടർ പോലും സോഷ്യലിസത്തിന്റെയോ ഡെമോക്രസിയുടെയോ പരിസരത്തെങ്ങും എത്തിച്ചേരുന്നില്ല എന്ന് കാണാം പ്രത്യയശാസ്ത്രപരമായി. നിലവിലുള്ള പഴകി ജീർണിച്ച മുതലാളിത്തത്തിന്റെയും ഫ്യൂഡലിസത്തിന്റെയും
പുതിയ ഭാവഭേദങ്ങൾ മാത്രമാണ് മതരാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ദേശീയ തീവ്രവാദ രാഷ്ട്രീയങ്ങളും സനാതന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ആഗ്രഹങ്ങളും ഒക്കെ തന്നെ. ഇതെല്ലാം ജീർണിച്ച യാഥാസ്ഥിതിക ഇമ്പീരിയലിസത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ജീർണിച്ച മുതലാളിത്തത്തിന്റെയും തിരിച്ചുവരവിനുള്ള കുറുക്കു വഴികൾ മാത്രമായിട്ടേ സാധാരണ അധ്വാനിക്കുന്ന വർഗത്തിനും സാമൂഹ്യ ബോധമുള്ള പൗരന്മാർക്കും കാണാനാവുകയുള്ളൂ. നോയിഡയിലെ വിപ്ലവം, തൊഴിലാളി പ്രക്ഷോഭം ഒരു മുല്ലപ്പൂ വിപ്ലവമായിട്ടൊന്നും കരുതാനാവില്ലെങ്കിലും തീർച്ചയായും ഇത് സൂചന നൽകുന്നത് കൃത്യമായ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിലേക്കുള്ള വഴി തുറക്കാൻ സമയമായി എന്ന് സൂചിപ്പിക്കുന്നതാണെന്ന് പറയാതിരിക്കാനാവില്ല. നോയിഡയിൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നം അതിൻ്റെതായ ഭീകര രൂപത്തിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് പകരം നോയിഡയിൽ വെച്ച് തന്നെ അതിന് മാന്യമായ പരിഹാരമുണ്ടാവുകയും രമ്യമായ ഒത്തുതീർപ്പുണ്ടാവുകയും ചെയ്ത ശേഷം നമ്മുടെ രാഷ്ട്രീയ സങ്കല്പങ്ങളിൽ നമ്മുടെ ഈ വികല ജനാധിപത്യ ബോധത്തിൽ നിന്ന് മോചിതരായി കൂടുതൽ ലിബറലായ ഡെമോക്രാറ്റിക്കായ സോഷ്യലിസത്തിന് ഇടം നൽകുന്ന ഒരു രാഷ്ട്രീയ അവബോധം നിർമ്മിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം, ഗൾഫ് യുദ്ധമായാലും നോയിഡയിലെ സംഭവ വികാസങ്ങളായാലും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ വക പുതിയൊരു രാഷ്ട്രീയ അവബോധത്തിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തൊഴിലാളി പ്രക്ഷോഭങ്ങളായാലും രാജ്യാന്തര യുദ്ധങ്ങളായാലും ഇതെല്ലാം സാധാരണക്കാരന്റെ തലയിലേക്കുള്ള ഇടുത്തിയായിട്ടാണ് ആത്യന്തികമായി പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരു പ്രക്ഷോഭങ്ങളിലും കുഴപ്പങ്ങളിലും സന്തോഷമോ ആശ്വാസമോ കണ്ടെത്താനല്ല, അത് അവസാനിച്ചു കിട്ടാനുള്ള അദമ്യമായ ആഗ്രഹമാണ് സാധാരണക്കാരായ നീതിബോധമുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.